ഞാനിപ്പോൾ നിൽക്കുന്നത് സബ് കളക്ടറുടെ ഓഫീസിന് സമീപമാണ്. അതുകൂടാതെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് സമീപമാണ്. അതുപോലെ ദേശീയപാത വിഭാഗം ഓഫീസിന് സമീപമാണ്. അതുകൂടാതെ നമ്മുടെ പെരിന്തൽമണ്ണ കോടതിക്ക് സമീപമാണ്. ഈ വഴി കയറിപ്പോയാൽ പോലീസ് സ്റ്റേഷനിൽ എത്തും. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഓഫീസുകളുടെയൊക്കെ സമീപമാണ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഇവിടെയുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നൊരു കാര്യം, പൊതുമരാമത്ത് വകുപ്പ് ഓഫീസും സബ് കളക്ടറുടെ ഓഫീസും ഒക്കെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഈ സംസ്ഥാന പാത കടന്നു പോകുന്നതിൻ്റെ ഭാഗത്ത് രൂപപ്പെട്ടുള്ളൊരു കുഴിയാണ്. പല ഭാഗത്തും പാതയിൽ പല ഭാഗത്തും കുഴികൾ രൂപപ്പെടൽ സാധാരണമാണ് മഴക്കാലം വരുമ്പോൾ. പിന്നെ അത് കുഴി അടയ്ക്കുന്ന കാര്യത്തിൽ നീണ്ടു പോകുമ്പോഴാണ് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുക. പല ഭാഗത്തും കുഴിയടയ്ക്കലൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ചു വരികയാണല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, സബ് കളക്ടറുടെ ഓഫീസിൻ്റെ മുമ്പിൽ, അതായത് ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെയാണ് ഈ സംസ്ഥാന പാതയിൽ ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിൻ്റെ സമീപം കോടതിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് ഈ വഴിയാണ്. ഇതിൻ്റെയൊക്കെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെ ഒരു കുഴി രൂപപ്പെട്ടിട്ട് അതവരിതുവരെ കണ്ടില്ല. അതിതുവരെ ആ കുഴിയടച്ച് വലിയൊരു അപകട ഭീഷണിയായി മാറുകയാണ്. അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പല വാഹനങ്ങളും കുഴിയിൽ ചാടുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. അപ്പോൾ ആ കുഴിയടച്ച് ആ ഒരു അപകട സാധ്യത ഒഴിവാക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തൊട്ട് സമീപം ഇങ്ങനെ ഉണ്ടായിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനെ തൊട്ട് മൂക്കിന് മുമ്പിൽ, അവരുടെ തൊട്ട് മുന്നിൽ ഇതുപോലൊരു പാതയിൽ, അതും നഗരഹൃദയത്തിൽ കുഴി രൂപപ്പെട്ടിട്ട് ആ കുഴി വലുതായി വരുന്നു. എന്നിട്ട് പോലും നടപടി എടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാന പാതയുടെ കാര്യത്തിൽ എന്ത് നടപടിയാവും ഇങ്ങനെ ഉണ്ടാവുക എന്ന ചോദ്യം ജനങ്ങൾക്കുണ്ടാകും. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകേണ്ടത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ കുഴിയടയ്ക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നതും അതുതന്നെയായിരിക്കും. ബന്ധപ്പെട്ടവരുടെ മൂക്കിന് താഴെ, അതും സബ് കളക്ടർ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിലാണിത്. ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് പോകുന്ന വഴി, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി, അത് നഗരഹൃദയത്തിൽ. അപ്പോൾ ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം. ഈ രൂപപ്പെട്ട കുഴി എത്രയും പെട്ടെന്ന് അടയ്ക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ നടപടി ഉണ്ടാകണം. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൻ്റെ തൊട്ട് മുന്നിലാണ് എന്നുകൂടി പ്രത്യേകം എടുത്തു പറയുകയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ മുന്നിൽ രൂപപ്പെട്ട ഈ കുഴി, അപ്പോൾ ഈ നാട്ടുകാർക്ക് ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. പല ഭാഗത്തും കുഴി രൂപപ്പെട്ടിട്ട് കാലങ്ങളായിട്ട് കുഴിയടയ്ക്കാതെ വിധത്തിലാണ് പല ഭാഗത്തും. ഈ സബ് കളക്ടറുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയൊക്കെ മുന്നിൽ, കോടതിക്ക് മുന്നിൽ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നഗരഹൃദയത്തിൽ. അപ്പൊ നാട്ടുകാർ തന്നെ അതിന് പറയട്ടെ, ഇങ്ങനെ അവരിത് അടയ്ക്കുന്ന കാര്യത്തിൽ അനുഭവം കാണിക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാര്യത്തിൽ എന്ത് പറയേണ്ടി വരുന്നത് ചോദ്യമുള്ളത്. ആ ചോദ്യത്തിൽ എന്താണ് പ്രധാനപ്പെട്ട ഓഫീസുകളിൽ ഇങ്ങനൊരവസ്ഥയാണ്. ബാക്കി ഏരിയയിലൊക്കെ എന്താണ് അവസ്ഥ? ഇവരെ എല്ലാവരും പ്രതികരിക്കണം. മിനി സിവിൽ സ്റ്റേഷനകത്താണ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉള്ളത്. അതുകൂടാതെ ഈ കാണുന്നതാണ് സബ് കളക്ടറുടെ ഓഫീസ്. അപ്പോൾ അതുകൂടാതെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, പിന്നെ കോടതിയൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. ഇത്രയും അതായത് മൂക്കിന് താഴെ ഇങ്ങനെ ഒരു സംഭവം, ഈ സംസ്ഥാന പാതയിൽ ഏറ്റവും തിരക്കുള്ള ഭാഗത്ത്, കോടതിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു കുഴി രൂപപ്പെട്ടിട്ട് ആ കുഴി വലുതായി അതിലെ യാത്രക്കാരൊക്കെ ആ കുഴിയിൽ ചാടി തുടങ്ങി. പലരും നടുവൊടിക്കുന്ന കുഴിയായി മാറിയിട്ടുണ്ട്. അതിൽ കുഴിയായി പിന്നീട് ആളുകൾ അത് പ്രതികരിക്കാൻ തുടങ്ങും. പിന്നെ ആരെങ്കിലുമൊക്കെ പ്രതിഷേധമായിട്ട് വരും. അതുവരെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഓട്ടോ തൊഴിലാളി തന്നെ പറയുകയുണ്ടായി, പല പ്രാവശ്യം ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയതാണ്. ഈ നാട്ടുകാർ വലിയ പ്രതിഷേധമായി വരുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇവരുടെയൊക്കെ മുക്കിന് താഴെയാണ്, അത് സബ് കളക്ടർ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വകുപ്പ് ഓഫീസുകളുടെ മുന്നിലാണ് ഈ കുഴി രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ നാട്ടുകാർ ചോദിച്ചതുപോലെ, ആ ഓട്ടത്തൊഴിലാളി ചോദിച്ച പോലെ, മറ്റു സ്ഥലങ്ങളിലൊക്കെ കുഴി രൂപപ്പെട്ട് കാത്തിരുന്ന് കുറേ കാലം കഴിഞ്ഞാണ് ഇതൊക്കെ കുഴി അടയ്ക്കുന്നത്. ഈ തൊട്ട് മുന്നിലുള്ളത് കൃത്യമായി പെട്ടെന്നൊന്ന് കുഴി അടയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. മറ്റുള്ള സ്ഥലങ്ങളിലെ കാര്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെയും ആവശ്യം, ജനങ്ങളുടെ ആവശ്യം, ഒപ്പം ഞങ്ങളുടെ ആവശ്യം. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണവില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.